ഈ നായിൻ്റെ മക്കളെ ഇത് പന്തറാക്കി വെച്ചിനി കൂത്തം കട്ട പിള്ളറേക്കു വേണ്ടി പിള്ളേർ. രാജേട്ടാ, ആ ഞാൻ അങ്ങോട്ട് വരാം. ഏതാ കുരിപ്പ്? രാജേട്ടാ എന്തെല്ലാന്ന് പിന്നെ? നീ ആ കൃഷ്ണൻ്റെ ഏക്കനല്ലേ? ഓഫ് കോഴ്സ്. നീ പോയാടാ അമേരിക്ക, UK അല്ല സിംഗപ്പൂറാ? ഞാൻ ഇവിടെ തന്നെയുണ്ട് രാജേട്ടാ. എന്നാ പരിപാടി? ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെയാണ്. ആ എന്ത് ബിസിനസ്? അതൊരു ചെറിയ ബിസിനസ്സാണ്. കസ്റ്റമർ എൻ്റെ അടുത്ത് നിന്ന് ചെറുതായിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1000-2000 എല്ലാം അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കും. ആ ബിസിനസ്സാടാ? ആ, അതൊരു ബിസിനസ്സാണ്. നന്നെയും കൂടി ചേർക്കടാ ഇത്. തീർച്ചയായിട്ടും. അവരോട് പറയൂ കേട്ടോ. ഇതാടാ എൻ്റെ ബിസിനസ്? അല്ല നല്ല തടിയും മണലുണ്ടല്ലോടാ. പണിയെടുത്ത് ജീവിച്ചൂടെ? ഇതെല്ലാം പാവങ്ങൾ ചെയ്യേണ്ട പരിപാടിയല്ലേ ഇതല്ലോ. തടിയുള്ളതുകൊണ്ട് പണിക്ക് പോകാൻ കഴിയുന്നില്ല രാജാട്ടാ. മേലേലെല്ലാം കയറുമ്പോൾ കതപ്പ് വേർപ്പെല്ലാം ഉണ്ട്. എന്നാ ചെയ്യാ? എൻ്റെ ആ കുമ്പയൊന്ന് കോർക്കടാ. ഈ വയറ് കോർക്കാനാണോ രാജാട്ടൻ പറയുന്നത്? പിന്നെ ഒന്ന് ഓർക്കണ്ടേ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാ ഈ വയറ് എന്നറിയാവോ? താജ്മഹലല്ല കഷ്ടപ്പെട്ടുണ്ടാക്കും. വിളിക്കാതെ കല്യാണത്തിന് നാണും ഉടുപ്പും ഇല്ലാതെ പോയി വെട്ടി വീങ്ങി അങ്ങനെ ഉണ്ടാക്കിയ വയറാ. അത് ശരി. ഏതായാലും രാജാട്ട ഇതൊരു ടിക്കറ്റ് ഒന്ന് എടുക്ക്. നാളത്തെ കോടീശ്വരനാ നമ്മളെ രാജാട്ടെ. എനിക്ക് ഭാഗ്യമുണ്ട് ഞാൻ ഇങ്ങനെ നടക്കോടാ. ഒന്ന് എടുക്ക് രാജാട്ടാ, പ്ലീസ് ഹെൽപ്പ് മീ. ഞാൻ എടുക്കുക അതിനാന്നറിയാം. എൻ്റെ ഈ കണ്ണടി കോപ്രായാലും കണ്ണുകൊണ്ട് മാത്രം. എത്ര ഇതിന് പൈസ? 50 ഉറുപ്പ്യ രാജാട്ടാ. താങ്ക് യു. നല്ലൊരു താങ്ക് യു. നല്ലൊരു കണ്ണടിയും മുമ്പയും തേണ്ടി പണി തീർന്നുകൂടിയല്ലോ. ഇയാൾ ഫോൺ എടുക്കാതപ്പാ. നമ്പർ മാറിയിട്ടൊന്നുമില്ലല്ലോ. ഹലോ. ആ രാജേട്ടാ, രാജേട്ടാ ഞാനാന്ന്. ഞാനെന്ന് പറഞ്ഞാൽ ആരാടാ? പറയടാ. ഞാനാന്ന്. ഏത് ഞാന്? ഞാൻ രാവിലെ ലോട്ടറി വന്നിട്ടില്ലേ? ഓ, നമ്മളെ കൃഷ്ണൻ്റെ ഒക്കെ ടിക്കറ്റ് കഴിയുമ്പോൾ തന്നെ ഇല്ലേ? ആ, അതിനാ 1ാം സമ്മാനം അടിച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ലേ? രാജാട്ടനാ 1ാം സമ്മാനം അടിച്ചത്. അതെയാ? ഒന്നും തരുമ്പോ 1 കോടി. 1 കോടി? അത് ശരി. നീ ഇതാരോട് പറഞ്ഞാ? ആ, ഞാൻ എല്ലാവരോടും പറഞ്ഞില്ലേ. അവിടെ നാട്ടിൽ നിന്ന് മൊത്തം ലഡു വിതരണം ചെയ്യുന്നുണ്ട്. രാജാട്ടനെ അടിച്ചിരുന്നു പറഞ്ഞിട്ട്. ചേട്ടാ നീ എന്ത് പണിയാടെ എടുത്തേ? അത് സാരില്ലപ്പാ, എപ്പാലും അറിയുന്നല്ലേ രാജാട്ടാ. ആ, ഇനി നീ അങ്ങോട്ട് ആരോടും പറയണ്ട കേട്ടാ. ആ ആ ആയിക്കോട്ടെ. ഉണ്ട്. ആ പൊട്ടഞ്ഞൊക്കെ എല്ലാവരോടും പോട്ടാക്കി. ഞാൻ കലക്കും. ഒരു രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ എന്നാടാ. നാളെ ഇക്കപ്പോ നിങ്ങൾക്കല്ലേ കോൾ അടിച്ചിട്ടുണ്ടല്ലോ. നീ എവിടെ അറിഞ്ഞേ? ഞാൻ അറിഞ്ഞു. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചല്ലോ ഞാൻ അറിഞ്ഞു. നീ ഇന്നലെ അവനെ കണ്ട ഭാവം നടിച്ചില്ലല്ലോടാ തണ്ടി. അത് പിന്നെ ഞാൻ അന്നേരം ഒരു മൂഡ് വേറെ ലോട്ടറി എടുക്കുമ്പോഴത്തേക്ക് എന്നാ ബന്ധല്ലേ. ചക്കമ്മ ഈച്ച പറ്റിയ പോലെ 1 ഉറുപ്പിക തരൂല. നീ ആ ബന്ധം നോക്കി എന്റെ വരും വേണ്ട കൂട്ടോ. എടാ ഇങ്ങോട്ടല്ല അങ്ങോട്ട് ഓട്ടാ. അവൻ്റെ ലോഗ്യം കൂടല്ലേ ചേട്ട. രാജേട്ടനെ പേടിപ്പിക്കണ്ടേനും. എന്ത് ചെയ്യാൻ, പോയ കുത്തി ഞാനെ കളിച്ചാൽ വരില്ലല്ലോ. ആ സലാമ, എൻ്റെ മൊത്തം കടക്കെടുത്ത് വെച്ചോട്ടാ. നീ എന്നാളെ വിചാരിച്ചേ ഞാളവും ഇത് കളിയാക്കുമല്ലോടാ. സാധനം മേടിച്ച് കടം വാങ്ങി മറിച്ചാന്ന് വെച്ചാൽ ആളും നാണം കെടുത്തല്ലേ. നിൻ്റെ വീഡിയോ കൊടുക്കുന്നാടാ. എനിക്ക് ലോട്ടറി അടിച്ചടാ 1 കോടി ഉറുപ്പിക. ഏട്ടാ, ഓ ആ എഞ്ചിനീയർ രാജീവൻ്റെ വീട് ഏതാ? ഓ, ലോട്ടറി അടിച്ചറിഞ്ഞിട്ട് വന്നിരിക്കും അല്ലേ? നല്ല പറ്റിക്കൂടി തഞ്ചത്തിൽ മാട്ടാൻ വേണ്ടിയിട്ട്. ഇത് എന്തൊരു മനുഷ്യനപ്പോ ഒരു വഴി ചോദിച്ചതിന്. രാവിലെ തന്നെ ഓരോരുത്തന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എഞ്ചിനീയറെ കൂടെ അറിയാം, രമേശൻ്റെ കൂടെ ഇല്ല, സത്യൻ്റെ കൂടെ ഇല്ല. ഈ ലോട്ടറിച്ചൊക്കെ എല്ലാവരും പാട്ടാക്കിയെന്നാണ് തോന്നുന്നു. രാജാങ്ങളാൻ്റെ കളി. 1 ഉറുപ്പിക ഒരാൾക്ക് കൊടുക്കൂല. ആഹാ, ഒരാൾക്ക് ലോട്ടറി അടിക്കണ്ടേ? ഇത് പ്രകാശ, എന്റെ ചങ്ങായിക്ക് 1 കോടി ഉറുപ്പിക ലോട്ടറി അടിച്ചിട്ടുണ്ടല്ലോ. ആർക്ക്?
രാജേട്ടന് എന്റെ രാജേട്ടനാണ് അടിച്ചത്. ഏ ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. പഴയ സ്വഭാവമൊന്നല്ല, സ്വഭാവമെല്ലാം മാറിയിന്. ഇപ്പൊ അന്നെ അവിടെ നാട്ടിൽ പോയിക്കോ ഇത്. 1 കോടി. ഇല്ലെങ്കിൽ രായേട്ടൻ എന്തിനാ ഈ വയസ്സുകാലത്ത് പൈസ കൊയ്യ് കൊണ്ടാക്കാനാ? സൈക്കിള് പഞ്ചറാക്കി നായിൻ്റെ മക്കൾക്കും കൊടുക്കണം എന്തെങ്കിലും പാവങ്ങൾ. കൃഷ്ണൻ്റെ ഏക്കം ഗുരുത്തുള്ളവനാ. അല്ലെങ്കിൽ പഞ്ചറായ സമയത്ത് ഓനവിടെ വരാൻ കണ്ട സമയേ. പ്രകാശാ, ആ രായേട്ടാ, നീ അറിഞ്ഞോ? സംഭവം ഞാൻ അറിഞ്ഞിന്. നീ അറിഞ്ഞോ? ആ പിന്നെ അത് ശരി. എന്നാലും 1 കോടി ഉറുപ്പ്യ അടിച്ചില്ല ചേട്ടാ. ആടാ, ആ കൃഷ്ണന്റെ ഏക്കനില്ലേ, ആ ആ ഓൻ തന്നെയാന്ന്. ഏ പോയിക്കോട്ടെ, എനിക്ക് ആണെങ്കിൽ തരും. ആ രായേട്ടാ, ഇന്ന് എൻ്റെ വക രായേട്ടന് ഫുൾ ചെലവ്. രായേട്ടൻ എന്നാ വേണ്ടത്? ബ്രാൻഡി, ബിസ്കി, റമ്മ് എന്നാ വേണ്ടത്? റമ്മും കിമ്മും കുമ്മൊന്നും വേണ്ട. നല്ല നാടൻ കള്ള് വേണം. നല്ല നാടൻ ചെത്ത് കള്ള് ഞാൻ ഒപ്പിച്ചേരാ ചേട്ടാ. ഉണ്ടോ? ആ ഉണ്ട്. എന്നാ വണ്ടപ്പുരം പോന്നാല്. ആയിക്കോട്ടെ. ആ മെല്ല മെല്ല മെല്ല. ഇനി വീണാളെന്താടാ? എന്നാലും രായേട്ടൻ നല്ല ഭാഗ്യമുള്ള സമയം ഇപ്പൊ. വൈകി വന്ന ഭാഗ്യം അതാ. രായേട്ടാ കുറച്ചും കൂടി കുടിക്ക്, നല്ല സാധനം ഇത്. ഒറ്റ വിഷമേ ഉള്ളൂ ചേട്ടാ, എൻ്റെ മേരിനെ ഒന്ന് കണ്ടാൽ മതി. അതിന് രായേട്ട ഇങ്ങക്ക് മേരിനെ കണ്ടാ തിരിച്ചറിയാൻ പറ്റുമോ? ഇനി ഓളെ മുഖം മനസ്സിൽ എപ്പോ ഉണ്ടടാ. ഓളേടി ഇല്ലേന്ന് തന്നെ അറിയാവോ? ഇല്ല, ഓളെ പറ്റി ചിന്തിച്ചില്ല ഞാൻ ഇങ്ങനെ ആയിന്. രായേട്ടന് ഒന്നും ചിന്തിക്കണ്ട രായേട്ടാ. ഇതാ രായേട്ടൻ ഈ സാധനം കേട്ടാ അടിച്ചാട്ടെ. ഒരു ദിവസം 2 കുപ്പിയിൽ ഒറ്റ വിലക്ക് കുടിക്കുന്ന രായേട്ടനല്ലേ, ആ കപ്പാസിറ്റി അല്ലേ കൊടുത്തു. പഴയ ടേസ്റ്റ് ഇല്ലടാ. ഇങ്ങനെ ചവക്കുന്നോണ്ടാ രായേട്ട അതിന്റെ ടേസ്റ്റ് ഒന്നും തിരിയാതെ. രായേട്ട ഇത് നിങ്ങള് ഒറ്റ വിലക്കങ്ങ് അകത്താക്കിയാട്ടെ. ശരി. രായേട്ട അട് നല്ല അടിപൊളി ചെത്ത് കള്ള ഇത്. നീ നല്ലവനാടാ. ബാക്കിയെല്ലാം ചെറ്റകളാടാ, ദണ്ടികള്. ചക്കൻ്റെ മോളിൽ ഈച്ച പറ്റിയ പോലെ രാജേട്ടാ രാജേട്ടാ ഓരോരുത്തൻ വരുന്നു. രായേട്ടൻ അടിച്ചാട്ടെ. അടി അടി രായേട്ടാ, നിങ്ങൾ അടിക്ക്. നീ സ്നേഹമുള്ളവരാടാ. എനിക്ക് എന്നെ മീരിനെ കണ്ടുപിടിച്ച് തരാൻ പറ്റുവാടാ? മേരി ഇല്ലല്ലേ. ഞാനെങ്ങനെ രായേട്ടാ, കൊല്ലം എത്രയായി? ഇപ്പൊ ഏത് കോലത്തില ഇല്ലെന്ന് തന്നെ എനക്കറിയാവോ? എല്ലാം പ്രശ്നം. രായേട്ടന് ഇത് ഒന്നും കൂടി അടി. രായേട്ടൻ വേണ്ടാതെ ചിന്ത വരും, കുടിക്കുമ്പോ രായേട്ടൻ ഇങ്ങനത്തെ വേണ്ടാതെ വരുവോ? പ്രകാശ, എടാ പ്രകാശ, നേരം വെളുത്താ അല്ല ഇരുടാത്തതാ? പ്രകാശോ, ടിക്കറ്റ് മാറണ്ടല്ലോടാ, ഇവിടെ പോയി ഇത് ചെത്താനി. ടിക്കറ്റ് എടുത്തു. എൻ്റെ കരളിൻ്റെ കരളായ രാജേട്ടന്. വളരെ സ്നേഹത്തോടെ പ്രകാശൻ. രാജേട്ടാ, നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര വലിയ തുക? വല്ല കള്ളന്മാരും വന്ന് നിങ്ങളെയും കൊന്ന് ആ ടിക്കറ്റും കൊണ്ട് പോകുമെന്ന ഭയത്താൽ ആ ടിക്കറ്റും കൊണ്ട് ഞാൻ പോകുന്നു. പ്രകാശ, രാജേട്ടാ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാനങ്ങ് ദൂരെ പോയിക്കോളാം. നിങ്ങളോട് 7 അടുത്ത് വരില്ല. എന്നെ അന്വേഷിക്കണ്ട എന്ന് സ്വന്തം പ്രകാശ. എൻ്റെ പ്രകാശ.
ചതിച്ചല്ലടാ നീ. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു. രാജേട്ടാ ആ ആ എന്നാടാ ആ ടിക്കറ്റ് കൈമലില്ലേ? ടിക്കറ്റ് ആ ഉണ്ടോടാ. ഹോ ഭാഗ്യം, രക്ഷപ്പെട്ട് ഇപ്പൊ സമാധാനായേ. എന്നാടാ ആ കള്ളത്തൊണ്ടി കള്ള ടിക്കറ്റ് പോലും ബുക്കുന്നു. അവന്റെ വീട്ടിൽ നിന്ന് പോലും അച്ചടിക്കുന്നു. അത് ശരി. ഇന്നലെ രാത്രി വന്നിട്ട് ഫുള്ള് കരച്ചേല, കാല് പിടിച്ചിട്ട് മാപ്പാക്കണം, ആ ടിക്കറ്റ് തിരിച്ചു തരണോ, അത് കള്ള ടിക്കറ്റാന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്നലെ ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല. രാജാട്ടൻ അത് രാവിലെ തന്നെ ബാങ്കിൽ പോയിട്ട് മാറുമോ എന്നുള്ള പേടിയാ. നമ്മൾ രണ്ടാളും പോവും സ്റ്റേഷനിൽ, ജയിലിൽ കടക്കേണ്ടി വരൂല, ഉണ്ട തിന്നേണ്ടി വരുവേനും. ഉണ്ട രാജം തിന്നേണ്ടി വരൂല കേട്ടാ. 1 കോടി പോയിട്ട് വന്ന് രാജാട്ടൻ ചിരിക്കുന്നു. ഞാൻ ആ പ്രകാശന്റെ അവസ്ഥ നോക്കി ചിരിച്ചു പോയതോ. എന്നാ അന്നെ കുടിപ്പിച്ച് കിടത്തിട്ട് ഓനെ ടിക്കറ്റ് കൊടുത്തിട്ട് പോയടാ ചെത്താൻ. ആര്? ആ പ്രകാശൻ. എങ്ങോട്ട്? അതിപ്പോ എങ്ങനെ എനിക്കറിയാം. എവിടെയാ പോയേ? ഓനോട് വെച്ചേക്കാം. എന്റെ ദൈവമേ, ആ ദൈവം രാജനെ കൈവിട്ടില്ലടാ. പ്രകാശാ പണി വരുന്നത്. ഈ കാലൊന്ന് മാറ്റാൻ പറ്റുമോളി? പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കുമല്ലോ. ഡോക്ടറെ ഒന്ന് കാണിച്ചു നോക്കണം.